8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്നുമാറി നൽകിയ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിനെതിരെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തിറങ്ങിയത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഷോപ്പിന്റെ ബോർഡിൽ കരിയോയിലൊഴിച്ച് പ്രതിഷേധിച്ചു. BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി കടയ്ക്ക് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. 8 മാസം പ്രായമായ കുട്ടിക്ക് മരുന്നുമാറി നൽകിയ സംഭവത്തിൽ ഷോപ്പ് തുറന്ന് പ്രവർത്തിച്ചാൽ വരും ദിവസങ്ങളിൽ ഷോപ്പ് അടപ്പിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് വരുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധത്തെ തുടർന്ന് പഴയങ്ങാടി വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. CI A സത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. മെഡിക്കൽ ഷോപ്പിനെതിരെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പും പരിശോധന നടത്തി. കുട്ടിയുടെ നില അല്പം മെച്ചപ്പെട്ടതിന് ശേഷം സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനാണ് പോലീസിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ ഷോപ്പുടമയ്ക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെയും റിപ്പോർട്ടുകൾക്ക് ശേഷം നടപടി സ്വീകരിക്കുവാനാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ നീക്കം. സംഭവത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന റിപ്പോർട്ടാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നൽകിയിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിലും വസ്തുതകൾ സ്ഥിരീകരിക്കുകയാണ്. സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളുമായി പോലീസ് രംഗത്തു വരും. അതേസമയം ഇതിനു മുമ്പും മരുന്നുമാറി നൽകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും സംഭവത്തിൽ പരാതി പറയാനെത്തിയ ഉപഭോക്താക്കളോട് കയർത്തു സംസാരിച്ച കടയുടമയുടെ ധിക്കാരമായ നടപടികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന പരാതികളും വ്യാപകമാണ്. വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേഷ് രവിരം.